സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിലെ റിട്ടുകൾ ഒന്ന് പഠിച്ചാലോ? നിങ്ങൾക്ക് പഠിക്കണ്ടേ റിട്ടുകൾ? ഒറ്റ സെന്റൻസിൽ നമ്മൾ റിട്ടുകൾ പഠിക്കാൻ പോവുക. ഒരു ചെറിയ കോഡിലൂടെ നമ്മൾ റിട്ടുകൾ പഠിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ജസ്റ്റ് ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ വരാറുള്ള ഒരു ഏരിയ ആണ് റിട്ടുകൾ എന്ന് പറയുന്നത്, അല്ലെ? റിട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്താ പറയാ, എന്തെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയൊക്കെ ആരെങ്കിലും തൊട്ട് കളിച്ചാല് നമുക്ക് അതിനെതിരെ നിയമപരമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന റിട്ടുകൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ആ റിട്ടുകൾ നമുക്ക് എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കാണാതെ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിക്കണമെങ്കിൽ ഈ ഒരു സെന്റൻസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സോ നമുക്ക് ആ ഒരു കോഡ് പഠിച്ചാലോ? അപ്പൊ ഇതിനൊരു കോഡ് ഉണ്ട്. കോഡാണ് ഇനി അടുത്തതായിട്ട് മിസ് പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാൻ ഒരു ദിവസം കടയിൽ പോയിട്ട് 3,20,000 രൂപയ്ക്ക് എന്ത് വാങ്ങിച്ചു? മാക് എല്ലാവർക്കും അറിയില്ലേ? മാക് എല്ലാവർക്കും വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, അല്ലെ? ആപ്പിളിന്റെ മാക് ഒക്കെ വാങ്ങണമെന്ന്. സോ ഞാൻ കടയിൽ പോയിട്ട് ഒരു ദിവസം വാങ്ങിച്ചു, ഒരു മാക് അങ്ങോട്ട് വാങ്ങിച്ചു. വെറുതെ ഉള്ള മാക് ഒന്നും അല്ല വാങ്ങിച്ചത്. എന്റെ മാക്കിന്റെ പേര് ഹേബിയസ് എന്നാണ്. ഹേബിയസ് മാക് പ്രോ ആണ് വാങ്ങിച്ചത്. ഇനി വെറുതെ ഉള്ള ഹേബിയസ് മാക് പ്രോ ഒന്നും അല്ല വാങ്ങിച്ചിട്ടുള്ളത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹേബിയസ് മാക് പ്രോ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സോ ഞാൻ വാങ്ങിച്ചത് എന്താണ്? ക്വാളിഫൈഡ് ഹേബിയസ് മാക് പ്രോ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയത് നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെ? ക്വാളിഫൈഡ് ഹേബിയസ് മാക് പ്രോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം, ഞാൻ വാങ്ങിയ ഗാഡ്ഗറ്റിന്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് നിങ്ങൾ അങ്ങോട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിട്ടുകൾ കംപ്ലീറ്റ് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ 3,20,000 എന്ന് ഞാൻ വെറുതെ കൊടുത്തതല്ല. ഇതിലെ 32 നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. 32ാമത്തെ ആർട്ടിക്കിളിലും 228ാമത്തെ ആർട്ടിക്കിളിലുമാണ് ഈ ഒരു റിട്ടുകളെ കുറിച്ചിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ഇത്രയേ ഉള്ളൂ, നമ്മളെ കോഡ് ഇത്രയേ ഉള്ളൂ. ഞാൻ കടയിൽ പോയിട്ട് എന്ത് വാങ്ങിച്ചു? ക്വാളിഫൈഡ് ഹേബിയസ് മാക് പ്രോ വാങ്ങിച്ചു. ഓക്കെ, ചുമ്മാ ഉള്ള മാക് ഒന്നും അല്ല. ഈ മാക്കിന് കുറെ വാലുകളൊക്കെ വരുന്നുണ്ട്. ക്വാളിഫൈഡ് ഹേബിയസ് മാക് പ്രോ ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ നിങ്ങൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങളത് നിങ്ങളുടെ ഇതിൽ നിങ്ങൾ പോയി വാങ്ങിച്ചു എന്നുള്ള തരത്തിലേക്ക് ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പൊ ഈ ഒരു കോഡിലുള്ള നമ്മൾ എങ്ങനെയാണ് റിട്ട് പഠിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പൊ ഇത് പഠിച്ചല്ലോ, സെന്റൻസ് നിങ്ങൾ പഠിച്ചല്ലോ. ഇനി ഇതാ ശ്രദ്ധിച്ചു കേട്ടോളൂ. ക്വാളിഫൈഡിന്റെ QU കാണുമ്പോ നിങ്ങള് കോ വാറന്റോ എന്നുള്ളത് ഓർക്കണം. കോ വാറന്റോ. ഇനി അടുത്തതായിട്ട് എന്താണ്? ക്വാളിഫൈഡ് ഹേബിയസ്. ഹേബിയസ് എന്ന് പറയുമ്പോ ഇതാ ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് രണ്ടാമത്തെ റിട്ട്. ഇനി മാക്കിന്റെ MA കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മാൻഡമസ് ഓർമ്മ വേണം. മാൻഡമസ്. ഇനി അടുത്തത് എന്താണ്? മാക്കിന്റെ C കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്കിന്റെ C എന്താണ്? സെർഷ്യോററി. സെർഷ്യോററി ഓർമ്മ വെക്കണം. നാലാമത്തെ റിട്ട്. ഇനി ചുമ്മാ ഉള്ള മാക്കൊന്നും അല്ല വാങ്ങിയത്, ക്വാളിഫൈഡ് ഹേബിയസ് മാക് പ്രോ ആണ് വാങ്ങിയത്. അപ്പൊ പ്രോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കണം പ്രൊഹിബിഷൻ. ഓക്കെ, സോ നമ്മുടെ 5 റിട്ടുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ, കോ വാറന്റോ. 5 എണ്ണം നമ്മൾ ഇവിടെ ഓർത്ത് വെച്ച് കോഡ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇനി ഈ റിട്ടുകളൊക്കെ എന്തിന്, ആർക്കെതിരെ എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളെ ഒരാൾ തൊട്ട് കളിക്കുമ്പോൾ നമുക്ക് അതിനെതിരെ പോകാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഹേബിയസ് കോർപ്പസിന്റെ കേസിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ലെസ്ബിയൻ കപ്പിള്, നമ്മളെ കേരളത്തിൽ തന്നെ ഒരു ലെസ്ബിയൻ കപ്പിള്, അതിൽ ഒരാളെ വീട്ടുതടങ്കലിൽ വെച്ച സമയത്ത് മറ്റേ ആൾ എന്ത് ചെയ്തു? ഹേബിയസ് കോർപ്പസ് കൊടുത്തു. സോ ഹേബിയസ് കോർപ്പസ് കൊടുത്തു കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ ഹേബിയസ് കോർപ്പസിന്റെ ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണമെങ്കിൽ ബ്രിങ് യുവർ ബോഡി എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആരെയാണോ കാണുവാനില്ല എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് അയാളെ ഹാജരാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ നിയമപാലകർക്കുണ്ട്. സോ അങ്ങനെ ആ ലെസ്ബിയൻ കപ്പിള് മറ്റേ ആളെ കോടതി വെച്ച് കാണുകയും അവർ ഒന്നിച്ചിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതൊരു കേസ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ അതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതായത് തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാണിക്കുക എന്നുള്ള ഒരു രീതിക്കാണ്, അല്ലെങ്കിൽ അവരെ നമ്മൾ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഹേബിയസ് കോർപ്പസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ എന്താണ്? മാൻഡമസ് എന്നുള്ളതാണ്.
മാൻഡമസ് ഇത്രയേ ഉള്ളൂ, എൻഫോഴ്സ് എ ലീഗൽ ഡ്യൂട്ടി. അതായത് ഇപ്പം പബ്ലിക് ഒഫീഷ്യൽസിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പബ്ലിക് ഒഫീഷ്യൽസ്, ഗവൺമെന്റ് എംപ്ലോയീസ്, ഇവരൊക്കെ ഇവരുടെ ഡ്യൂട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, അവരുടെ ഡ്യൂട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ മാൻഡമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെർഷ്യോററി അല്ലേ, അതായത് ടു യുവർ ഡ്യൂട്ടി എന്നുള്ളതേ ഉള്ളൂ മാൻഡമസ്. സെർഷ്യോററി ടു ക്യാൻസൽ എന്നുള്ളതാണ്. എന്ത് ക്യാൻസൽ എന്നുള്ളതാണ്? ക്യാൻസൽ ലോവർ കോർട്ട് ഡിസിഷൻസ്, അതായത് ലോവർ കോർട്ട് ഡിസിഷൻസിനെ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അത് ലോവർ കോർട്സിലേക്കും ട്രിബ്യൂണൽസിലേക്കും ഒക്കെയാണ് ഈ ഒരു സെർഷ്യോററി പോകുന്നത്. പിന്നെ അടുത്തത് പ്രൊഹിബിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. പ്രൊഹിബിഷൻ എന്നാൽ അതിന്റെ ആ ഒരു മീനിങ്ങിൽ തന്നെ ഉണ്ട്, സ്റ്റോപ്പ്, ടു സ്റ്റോപ്പ് എന്നുള്ളതാണ് അർത്ഥം. ടു സ്റ്റോപ്പ് ലോവർ കോർട്ട് ആക്ഷൻസ്. അപ്പൊ ലോവർ കോർട്ട് ആക്ഷൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കേസിനെ മുകളിൽ നിന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ലോവർ കോർട്സിലേക്കും ട്രിബ്യൂണൽസിലേക്കും കൊടുക്കുന്ന റിട്ടാണ് എന്ത്? പ്രൊഹിബിഷൻ റിട്ട്. ഇനി കോ വാറന്റോ ആണ് ലാസ്റ്റ് വൺ. കോ വാറന്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ വാട്ട് വാറന്റ് എന്നുള്ളതാണ്. അതായത് എന്തിനാണ് ഈ ഒരു വാറന്റ് എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ആ ഒരു കാര്യം. പബ്ലിക് ഓഫീസ് ഹോൾഡേഴ്സിന് അടുത്താണ് ഈ ഒരു കോ വാറന്റോ പോകുന്നത്. ടു ചാലഞ്ച് ആൻ ഇല്ലീഗൽ പൊസിഷൻ, അതിന് വേണ്ടിയിട്ടാണ് കോ വാറന്റോ റിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് റിട്ട് എന്നും ഏതൊക്കെയാണ് റിട്ട് എന്നും റിട്ടിന്റെ ആ ഒരു പേരുകളും ഈ ഒരു കോഡിലൂടെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓർത്തു വെക്കുക, ആർട്ടിക്കിൾ 32 ഈ ഒരു റിട്ടുകളെ കുറിച്ച് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 228 റിട്ടുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും പഠിച്ചല്ലോ. അപ്പൊ ഞാൻ ഇന്ന് കടയിൽ പോയി എന്ത് വാങ്ങിച്ചു? ഒരു ക്വാളിഫൈഡ് ഹേബിയസ് മാക് പ്രോ വാങ്ങിച്ചു. ഓർത്ത് വെക്കുക, പഠിക്കുക. റിട്ടുകൾ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒക്കെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് അല്ലേ? സോ നമുക്ക് ഇനിയും ഒരുപാട് കണ്ടന്റുകൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകളും ഒക്കെ നിങ്ങൾക്ക് എന്തായിട്ടിടാം? കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്. നയോസിന്റെ എല്ലാവിധ സപ്പോർട്ടുകൾക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതിന് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോസിന്റെ ലിങ്ക്, നോട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനാണെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സപ്പ് അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കുകൾ പിൻ ചെയ്യുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.